നമസ്കാരം. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ മർദ്ദനം, കൊടിയ മർദ്ദനം, ക്രൂരമർദ്ദനം കേരള ജനത കാണുകയും കേരളം ശക്തമായി അതിൽ അമർഷം രേഖപ്പെടുത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് ഗൺമാനെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതനുസരിച്ചുള്ള മറ്റ് നടപടികളിലേക്ക് ഈ പ്രതിപക്ഷ നേതാവ് പോകും. ഒരുപക്ഷെ നിയമപരമായ നടപടികൾ പോലും ഈ ഗൺമാനെ പുറത്താക്കാൻ വേണ്ടി എടുക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പലതവണ ചർച്ച ചെയ്തതായിരിക്കാം. എങ്കിൽ പോലും അദ്ദേഹം ഒരു ഗൺമാനെ സംബന്ധിച്ചോളം ചെയ്യേണ്ട ജോലി എന്താണ്, ചെയ്തുകൂടാത്ത ജോലി എന്താണെന്ന് വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട് പോലീസ് ചട്ടത്തിൽ തന്നെ. അതിന് പ്രത്യേക പ്രോട്ടോക്കോൾ ഉണ്ട്. ഓരോ കാര്യത്തിനും പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോളൊന്നും ഈ മഹാനായ മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് കീഴിൽ അത് ബാധകമല്ല എന്നതാണ് നമ്മൾ കാണുന്നത്. അത് പ്രോട്ടോക്കോൾ ലംഘിച്ചാലും ഒരു ചുക്കും സംഭവിക്കാനില്ല എന്ന ബോധം ഈ പോലീസുകാരനുള്ളത് കൊണ്ടാണ് അദ്ദേഹം പ്രോട്ടോക്കോൾ ബോധപൂർവം തന്നെ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് ഈ കൊടിയ മർദ്ദനം തുറന്നു വിട്ടത് എന്ന് നമ്മൾ കാണുന്നു. ഒന്ന്, ഈ ഗൺമാൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു VIP, അത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഗവർണറോ ആരായാലും ഒരു VIP ഒരു ഗൺമാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഗൺമാൻ എപ്പോഴും സദാസമയവും ഈ VIPയുടെ കൂടെ ഉണ്ടാകണം, അടുത്തുണ്ടാകണം. VIPയുടെ നേർക്ക് ആരെങ്കിലും കൈവച്ചാൽ, അല്ലെങ്കിൽ VIPയെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും VIP ഇരിക്കുന്ന വേദിയിലേക്ക് പാഞ്ഞെടുക്കുകയാണെങ്കിൽ VIPയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നതാണ് ഒരു ഗൺമാൻ്റെ ചുമതല. അല്ലാതെ ഈ പുറത്തിറങ്ങി വന്ന് ലാത്തി അടിക്കുക എന്നുള്ളതല്ല. ഇവിടെ ഈ ഗൺമാൻ ചെയ്തിരിക്കുന്നത് ഈ VIP ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള VIPയുടെ കൂടെയല്ല ഇയാൾ ഉണ്ടായിരുന്നത്. അദ്ദേഹം മറ്റൊരു കാറിലാണ് ഉണ്ടായിരുന്നത്. അഥവാ ആ കാറിലുണ്ടായിരുന്ന അയാൾ ഈ പോലീസുകാർക്കുള്ള ചുമതല ഏറ്റെടുക്കാനുണ്ടായത്. ഗൺമാൻ ഒരിക്കലും ചെയ്തുകൂടാത്തതാണ്. കാരണം ഇയാൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് സ്പർശിക്കാനോ ആക്രമിക്കാനോ വന്നിട്ടില്ല. മുഖ്യമന്ത്രി കടന്നുപോയ വാഹനത്തിനും അടുത്ത് നിന്നുകൊണ്ട് പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കാനുണ്ടായത്. അങ്ങനെ ഒരാളിനെ കൈകാര്യം ചെയ്യേണ്ടത് അവിടെ ഡ്യൂട്ടിയിലുള്ള മറ്റു പോലീസുകാരാണ്. അതെല്ലാം ചട്ടത്തിലുള്ളതാണ്. ആ പോലീസുകാർ കൃത്യമായി അവരുടെ ജോലി ചെയ്തു. പ്രതിഷേധിക്കാൻ ഇറങ്ങിയ യൂത്ത് കോൺഗ്രസ്സുകാർ 2 പേരെ ആ പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കുകയും വളഞ്ഞു വയ്ക്കുകയും അവരെ റോഡിൻ്റെ വശത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ പറയുന്ന പ്രതിഷേധക്കാരായ യൂത്ത് കോൺഗ്രസ്സുകാരെ. അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് ഈ ഗൺമാൻ ആയുധവും എടുത്തുകൊണ്ട്, ലാത്തി ദണ്ടാണെങ്കിൽ കൂടിയും ആ ദണ്ഡം എടുത്തുകൊണ്ട്, കാറിൽ സൂക്ഷിച്ചിരുന്ന ദണ്ഡം എടുത്തുകൊണ്ട് വന്ന് ആക്രമിച്ച് തലയ്ക്ക് അടിച്ചിരിക്കുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട ലംഘനം. അതായത് VIPയുടെ കൂടെ ഉണ്ടായിരിക്കേണ്ട ആള് അപ്പോൾ VIPയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അയാൾ ചെയ്യേണ്ട ജോലിയല്ല ചെയ്തിരിക്കുന്നത് എന്നതാണ്. 2, VIPയുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള ആ നിയമം അയാൾ ലംഘിച്ചിരിക്കുന്നു. കാരണം VIP എന്ന് പറയുന്നത് ഗൺമാൻ, അദ്ദേഹം മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കേണ്ട ആളാണ് ഗൺമാൻ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ. ഈ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി ഏകദേശം 300 മീറ്ററെങ്കിലും അത് ഓടിപ്പോയി കാണും. അത്രമാത്രം വേഗത്തിലാണ് മുഖ്യമന്ത്രി ഇരുന്ന വാഹനം കടന്നുപോയത്. ആ കടന്നു പോയതിന് ശേഷമാണ് പിന്നാലെ ഈ ഗൺമാൻ വന്നിട്ട് ആക്രമിക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹം ആരെ കൂടെയാണോ, ആരുടെ സംരക്ഷണത്തിനാണോ നിൽക്കേണ്ടത്, അയാൾ ഏകദേശം മീറ്ററുകൾ ദൂരം കടന്നു പോയിരിക്കുന്നു. അപ്പോഴും ഇയാളുടെ കർത്തവ്യം നിർവഹിക്കാതെ മറ്റൊരു കർത്തവ്യം, പോലീസുകാർ ചെയ്യേണ്ട കർത്തവ്യവും ചെയ്യാനും അതുപോലെ ആക്രമിക്കാനും അക്രമം നടത്താനും മർദ്ദനം നടത്താനും മാറി നിൽക്കാനുണ്ടായത്. അപ്പോൾ VIPയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ആള് ആ സമയത്ത് ഇവിടെ ഇയാൾ മർദ്ദനം നടത്തുമ്പോൾ അപ്പുറത്ത് ഈ VIPക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ, ആരെങ്കിലും VIPയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇയാൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അയാളുടെ സർവ്വ അധികാരവും നഷ്ടപ്പെടുന്നതായിരുന്നു. 3ാമത് അയാളുടെ പ്രോട്ടോകോൾ ലംഘനം എന്ന് പറയുന്നത് ഈ ലാത്തി എന്നത് ആർക്കും എപ്പോഴും എവിടെയും എടുത്ത് അടിക്കാൻ പറ്റുന്നതല്ല. ലാത്തി അടി എന്നതിന് പ്രത്യേക ചട്ടം പോലീസ് നിയമത്തിലുണ്ട്. അതിനും പ്രോട്ടോകോൾ ഉണ്ട്. ഒരു പ്രക്ഷോഭകർ എവിടെയെങ്കിലും പ്രക്ഷോഭം നടത്തുകയാണെങ്കിൽ, സമരം നടത്തുകയാണെങ്കിൽ അവരോട് സമാധാനപരമായി പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടും. അങ്ങനെ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടാലും അവർ പിരിഞ്ഞു പോകാതെ അക്രമം നടത്താൻ വേണ്ടിയിട്ട് വീണ്ടും
അവിടെ നിൽക്കുകയാണെങ്കിൽ, അവരെ താക്കീത് ചെയ്തിട്ടും പോലീസ് വാക്കാൽ താക്കീത് ചെയ്തിട്ടും കേൾക്കാതെ നിൽക്കുകയാണെങ്കിൽ അവരെ ആക്രമിക്കാനാണ് അവിടെ ഉള്ള പോലീസുകാർക്കാണ് അതിനുള്ള ചുമതല. അങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും പിരിഞ്ഞു പോകാൻ പറഞ്ഞപ്പോൾ പിരിഞ്ഞു പോവാതെ ഇരുന്നിട്ടില്ല. അവർ പോലീസിനെ ധിക്കരിച്ചിട്ടില്ല. അവരുടെ ജനാധിപത്യ മര്യാദയായി വാഹനം കടന്നുപോയപ്പോൾ വാഹനത്തിലെ നോക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചു, പ്രതിഷേധിച്ചു. അപ്പോഴേക്ക് തന്നെ പോലീസ് അവരെ കടന്നുപിടിച്ചു. പോലീസ് കടന്നുപിടിച്ചപ്പോൾ ഒരിക്കലും അവർ എതിർപ്പ് കാണിക്കുന്നില്ല, പോലീസിനെ ധിക്കരിക്കുന്നില്ല, പോലീസിനെ ആക്രമിക്കുന്നില്ല. പോലീസ് കടന്നുപിടിച്ചപ്പോൾ അതിന് വിധേയരായി തന്നെ വിധേയരായിക്കൊണ്ട് തന്നെ അവർ പോലീസിന്റെ വലയത്തിൽ ഒതുങ്ങാനാണ് ശ്രമിച്ചത്. ആ സമയത്ത് ഇയാൾ വന്നിട്ട് ആക്രമിക്കാനുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാത്തി ഉപയോഗിക്കാൻ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലാത്തി ഉപയോഗിക്കാൻ ചുമതലയുള്ള പോലീസ് ലാത്തി പോലും എടുക്കാതെ നിൽക്കുമ്പോൾ ഇയാൾ വന്നിട്ട് ലാത്തി എടുത്ത് അടിക്കുന്നു എന്നതും ഇയാൾ കാണിച്ച പ്രോട്ടോകോൾ ലംഘനമാണ്. പിന്നെ ഇയാൾ ചെയ്യേണ്ടത് ലാത്തി എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ചും പ്രത്യേക ചട്ടമുണ്ട്. ലാത്തി എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, ഒരു പ്രക്ഷോഭകരുടെ ശരീരത്തിൽ എവിടെയാണ് ലാത്തി ഉപയോഗിക്കേണ്ടതെന്നും പോലീസിന് ചട്ടമുണ്ട്. പ്രധാനമായിട്ടും അരയ്ക്കു താഴെ കാൽഭാഗത്തോ പൃഷ്ഠഭാഗത്തോ ആണ് തല്ലേണ്ടത്. അല്ലെങ്കിൽ കയ്യിലടിക്കാം, കൈ തടയുമ്പോൾ കൈയിലേക്ക് കൈ കൊണ്ട് ആക്രമിക്കാൻ വരുമ്പോൾ ആ കൈയെ തട്ടി മാറ്റാൻ വേണ്ടിയിട്ടും ലാത്തി ഉപയോഗിക്കാം. അങ്ങനെയുള്ള നിയമങ്ങളാണ് പോലീസ് ചട്ടത്തിലുള്ളത്. പക്ഷേ ഇതൊന്നും നോക്കാതെ ഇയാൾ കൃത്യമായിട്ടും ഈ ചട്ടലംഘനങ്ങൾ എല്ലാം നടത്തിക്കൊണ്ട് നേരെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലക്കിട്ടടിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം പൂർണ്ണമായിട്ടും 3, 4, 5 രീതിയിൽ ഇദ്ദേഹം ചട്ടലംഘനം നടത്തിയിരിക്കുന്നു എന്നതാണ് കാണുന്നത്. ഇയാളെ ഒന്നും ചെയ്യരുത് എന്നാണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്, ഞാൻ കണ്ടില്ല അടിക്കുന്നതെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഇയാളെ സംരക്ഷിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും നിയമക്കുരുക്കിൽ കുടുങ്ങും എന്നു തന്നെയാണ് കാണേണ്ടത്.